എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ. അപ്പം നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റൂ. അതാണ് ഈ പേര് പറയാതിരിക്കുമ്പോൾ ഇത് ഈ പറയുന്ന ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്, അങ്ങനെ ഒരു ആരോപണം വരില്ലേ? അത് ഈ പൈസ പറ്റിയിട്ട് കുറേ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഇതിൽ മാത്രമല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല. കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറിയെന്നൊരു ഇതും വേറൊരു നടനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിച്ചു എന്നും അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. മീഡിയ ഓരോന്ന് പറയുന്നു, ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും. അത് നമ്മൾക്ക് ഇപ്പം എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ എനിക്കൊന്ന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അതിൽ ഒരാൾ ഇളയ ആൾ പറഞ്ഞു, നല്ല കോളായിട്ടുണ്ടല്ലോ, ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതെൻ്റെ ചങ്കി കൊണ്ടു. ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ. അതാണ് ഈ പരാതി ഉന്നയിച്ച വ്യക്തികൾ ആരെങ്കിലും ഇപ്പൊ സമീപിക്കുന്നുണ്ടോ പിന്മാറാൻ? എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ. അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, നമ്പറുള്ള ആളാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGPന്ന് ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കൽ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റില്ല, ഒറ്റ തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. എനിക്ക് വളരെ വ്യക്തമായി സംശയമുണ്ട്. അയാളുടെ കാർഡ് വെച്ചപ്പോൾ കാർഡില്ല. അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത 2-3 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് അത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, അല്ല സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്.